ഇന്നലെ ആയിരുന്നു സംഭവം. അനാഥാലയത്തിൽ പാരന്റ്സ് മീറ്റിംഗ് നടത്തണമെന്ന് പറഞ്ഞപ്പം ആരോ ഇട്ട് കാച്ചി. ഓ രാജകീയ മരണം. അയ്യോ ഞാൻ നിന്റെ അപ്പുവിനെ കൊല്ലാൻ നോക്കിയൊന്നുമില്ല. അയാൾ കത്തി അഞ്ഞപ്പോൾ അയാൾ റണ്ണൌട്ടായി. നല്ലത് ഞാൻ ഇങ്ങനെ വെട്ടി കൊല്ലാൻ നിൽക്കുകയായിരുന്നു. പക്ഷെ അതിന് കരയിന് എന്തോസിനി സന്തോഷത്തിന്റെ കണ്ണുനീറാണ്. എത്ര നാള് പ്രാർത്ഥിച്ചെന്നറിയോ ഇങ്ങനെ മണ്ടയിലോട്ട് പോവാൻ. ആദ്യം കരയില്ലാത്തോട് പൈസ കൊടുത്ത് കരയാൻ വിളിച്ചാണ് മലയാള വീട്ടിലെ വൈബ് കിട്ടാൻ വേണ്ടി. ഒരേ പൈസ വീട്ടിലെത്തിച്ചേക്കണേ. അത് എത്തിച്ചേക്കാം. ആന്റി തന്നെ എപ്പടി വാണം മാതിരി പറന്ന് കിടന്ന മനുഷ്യനെന്ന് തെറിയുമാ. ഇങ്ങനത്തെ കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു. മുമ്പ നിറയെ പണ്ണലുകൾ പണിട്ടാങ്ക. കൊറേ നല്ല പണ്ണതിങ്ങേര് പണിയിട്ടുണ്ട്. പെരിയ ലിങ്കോ ചെറിയ ലിങ്കോ ഉങ്ങളെ കാണാതെ വിലല്ല. മകനെ പറ്റി അശ്ലീലോ അതാണ്. അന്റെ മക്കാ വേണോ ചെറിയ ലിങ്കോ പെരിയ ലിങ്കോ. വല്ല പാട്ടൊന്നുമില്ലേ? ആ പാട്ടൊന്നും എടുത്തിട്. ഓ എന്നാ പാട്ടടാ ഇത്? നിങ്ങൾക്ക് വേണ്ടി വേറെ പാട്ടടാ. പെരിയ ലിങ്കോ ചെറിയ ലിംഗത്തെ തൂക്കിട്ട് ബാഡ ഒരു കൊട്ടേശ്ശേരിക്ക് ലോ വാടാ. ഇയാൾക്ക് എങ്ങനെയാണ് ഈ പാണ്ഡ്യകളുമായിട്ടൊക്കെ ബന്ധം? എല്ലായിടത്തും തലയിട്ട് ശീലല്ലേ, അവിടെ കൊണ്ട് തലയിട്ട് കാണും ഇയാൾക്ക് നോർത്ത് കൊറിയയിൽ വല്ല പിടിയുണ്ടെന്നാ ഞാൻ കേട്ട. ആ കിഴവൻ സ്വത്ത് വല്ലതും ബാക്കി വെച്ചിരുന്ന മരിക്കുന്നതിന് മുമ്പ് ഇങ്ങനെ പറഞ്ഞിരുന്നു. എന്റെ അലമാരയുടെ മണ്ടയിൽ ഒരു കറുത്ത ബാഗ് ഉണ്ട്, അതിലാണെങ്കിൽ കുറെ ഗോൾഡ് ഉണ്ട്, അതെന്റെ കാലശേഷം നീ എടുത്തോ. ഗോൾഡാ കുറച്ച് നമ്മക്കെന്താ? നിനക്ക് പൃഥ്വിരാജിന്റെ ഗോൾഡ് തരാ പോടാ. ഇത് എന്റെ അപ്പൂപ്പന്റെ ഗോൾഡ്. അമ്മേനെ വരാൻ വഴി ഇതല്ലേ? ഈ കിളവന്റെ ഇത്രയൊക്കെ പ്രതീക്ഷിച്ചത്. വലിച്ചോണ്ടിരി